ഒരുപാട് ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിലും ഫ്രൈഡേ ബിരിയാണി വെക്കുമ്പോൾ എന്നും ഫ്രൈഡേ എണീറ്റ് ഞാൻ രാവിലെ യൂട്യൂബൊക്കെ നോക്കി ഒരു 2-3 ബിരിയാണിയൊക്കെ കണ്ട് ലാസ്റ്റ് ബിരിയാണി വെക്കാൻ നേരത്ത് ഞാൻ ഏതിൻ്റെതാണ് ഭാഗം എന്നുള്ള കൺഫ്യൂഷനിലിരിക്കും. അങ്ങനെ ലാസ്റ്റ് ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ബിരിയാണി വെച്ചിട്ടോ. അങ്ങനെ മക്കൾക്ക് നല്ല ഇഷ്ടമായപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ച് ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് നിന്ന് പൊട്ടി റെഡിയായി വന്നപ്പോൾ കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വലിയ ഉള്ളിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ അതിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആയതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പും തക്കാളിയും നമ്മൾ നന്നായി വഴന്ന് വന്നപ്പോൾ നമ്മളതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വഴന്ന് വന്നപ്പോൾ നമ്മളതിലേക്ക് ഒരു സ്പൂണ് ചെറുനാരങ്ങ നീരും ഒരു 2-3 സ്പൂണ് തൈരും പിന്നെ പ്രധാനമായിട്ട് എൻ്റെ റെസിപ്പിയിൽ ഞാൻ ചേർക്കുന്നതാണ് ടൊമാറ്റോ സോസ്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം, നല്ല ടേസ്റ്റാണ്. ഞാൻ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്ത് മിക്സ് ആയതിനു ശേഷം കുറച്ച് മല്ലിയിലും പുതിനയിലും ഇട്ട് നമ്മൾ തലേ ദിവസം മസാല തേച്ച് വെച്ച ചിക്കൻ രാവിലെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി വെള്ളം ചൂടായി അരി ഇട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ അരി വാർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മസാലയൊക്കെ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മസാല റെഡിയായ മസാല നമ്മൾ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ അരി മസാലയും നമ്മൾ രണ്ടായിട്ടാണ്. പൊതുവേ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ ചിക്കൻ അടിയിലും ചോറും മുകളിലുമാണ് ഇടാറ്. ഇത് ഞാൻ ചോറ് അടിയിലും ചിക്കൻ മുകളിലുമായിട്ടാണ് ഇടാറ് കേട്ടോ. ഇങ്ങനെ വെച്ചപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൈസൊക്കെ ദമ്മിടുമ്പോൾ കുറച്ച് നെല്ലിയൊക്കെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ മസാല ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദമ്മിട്ട് ലാസ്റ്റ് നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ മസാല വേറൊരു പാത്രത്തേക്ക് കോരി ബിരിയാണി റെഡിയായി. അടിപൊളി.